ഇന്ദ്രൻസിനെ 40 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം സിനിമയിൽ ആരുമല്ല. പക്ഷെ ഞങ്ങളുടെ ഒരു ഗ്യാങ്ങിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഉത്സവമേളം എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് സുരേഷ് ഉണ്ണിത്താൻ ഉത്സവമേളം എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ ഇന്ദ്രൻസിനെ ഒരു നടനാക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ കഥനാവടി ഗോപാലൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിൽ എഴുതിയുണ്ടാക്കി ഇന്ദ്രൻസിന് കൊടുക്കുകയും ആ ക്യാരക്ടർ ആ സിനിമയിൽ മുഴച്ചു നിൽക്കുകയും ചെയ്തു. അതായത് റിഫ്ലക്റ്റ് ചെയ്ത് നിന്നു. ഡയറക്ടർ രാജസേനൻ്റെ CID ഉണ്ണികൃഷ്ണൻ കണ്ടാൽ അറിയാം ഇന്ദ്രൻസിൻ്റെ പെർഫോമൻസ് എന്താണെന്ന്. ജയറാമിനെ പോലെയുള്ള ഒരു ഹീറോ ഈ ഇന്ദ്രൻസിന് മുമ്പേ എത്രയോ സിനിമകളിൽ നായകനായി അഭിനയിച്ച് പേരും പ്രശസ്തിയുമുള്ള ഒരു നടൻ്റെ കൂടെ മലയാള സിനിമയിൽ പെട്ടെന്ന് ഇങ്ങനെ ഉയർന്നു വന്ന ഒരു നടൻ കോമ്പിനേഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ നിസ്സാര കാര്യമൊന്നുമല്ല, വളരെ ഭാഗ്യമാണ്. കാര്യം സിനിമയിൽ എത്ര കുഴപ്പങ്ങളുണ്ട്. ഇന്ദ്രൻസ് അങ്ങനെ കയറി വരുമ്പോൾ, ഞാൻ പറയുന്നത് കള്ളമല്ല, സിനിമയ്ക്കുള്ളിൽ സിനിമയാണ് ഞാൻ പറയുന്നത്. ഇന്ദ്രൻസ് കടന്നു വരുമ്പോൾ പല നായക നടന്മാർക്ക് ഇന്ദ്രൻസിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്ദ്രൻസ് ഇന്നലെ കോസ്റ്റ്യൂമറായിരുന്ന ആളാണ്. അയാൾ ഇന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങൾ സ്റ്റാർഡം കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളോടൊപ്പം അഭിനയിക്കാൻ വരികയോ ചില ഡയറക്ടർമാർ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ ഇദ്ദേഹത്തിന് ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് എന്ന് വരെ ഇന്ദ്രൻസിനെതിരെ പറഞ്ഞ ആൾക്കാരുണ്ട്. അത് ഡയറക്ടർമാരെ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കള്ളമല്ല പറയുന്നത്. അപ്പോൾ അന്ന് ആ ഒരു നടൻ വളർന്നു വരുമ്പോൾ അങ്ങേരെ വളർച്ചയെ മുരടിപ്പിക്കാൻ വേണ്ടി അന്ന് പലരും ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഭഗവാൻ ഈശ്വരൻ എന്നൊരാളുണ്ട്. ആ ഈശ്വരൻ തലയിൽ എഴുതിയിട്ടുണ്ട് ഇന്ദ്രൻസ് എന്ന് പറയുന്ന സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഇന്ദ്രൻസ് ആവാനും ഇന്ദ്രൻസ് തയ്യൽ കോസ്റ്റ്യൂമറിലൂടെ നടനായി വരാനും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വാങ്ങാനും ദൈവം തലയിൽ എഴുതിയിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ കൽപ്പിതം മാറ്റാൻ ഒരുത്തർക്കും കഴിയില്ല. കൽപ്പിതമാണത്. ആ കൽപ്പിതം ദൈവം കൽപ്പിച്ചിട്ടുള്ള കാലം അടുക്കുമ്പോൾ അങ്ങനെ ഏത് പ്രതിസന്ധിയിലായിരുന്നാലും ആ രംഗത്ത് വരും. അങ്ങനെയാണ് കോസ്റ്റ്യൂമറിൽ നടനിലേക്ക് വരുന്നത്. കാര്യം നടനാവാനാണ് ദൈവകൽപ്പിതം. അവിടെ വന്നു, തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചു. ധാരാളം സിനിമകളിൽ CID ഉണ്ണികൃഷ്ണൻ ഉള്ള സിനിമ കാണുമ്പോൾ ആ കഥാപാത്രങ്ങൾ, അത് കഥനാവടി ഗോപാലൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്യാരക്ടർ ഇന്ദ്രൻസിലൂടെ കണ്ട് നമ്മൾ ചിരിച്ച് നമ്മളിന്ന് മതിമറന്ന് അദ്ദേഹത്തിൻ്റെ നമ്മളെ നെഞ്ചിലേറ്റി ആരാധിക്കുന്ന ഒരു നടനായി മാറിയിരിക്കുകയാണ്. കൊമേഡിയൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇന്ദ്രൻസിനെ സംബന്ധിച്ചുണ്ട്. എന്നാൽ ജഗതിയെ സംബന്ധിച്ച് അപ്പം ജഗതി അതിനേക്കാളും വലിയ കൊമേഡിയനാണ്. അപ്പം രൂപത്തിലല്ല, സ്റ്റഫ്, അവരുടെ കയ്യിലുള്ള കലയ്ക്കാണ് അവസരം. പിന്നെ കൊടക്കമ്പി എന്നും അവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ച് ഒരുപാട് ഇതിൽ അദ്ദേഹത്തിന് നമ്മളെ കളിയാക്കിയൊക്കെ ചില സിനിമയിലൊക്കെ തന്നെ ചിലരും പറയാറുണ്ട്. പക്ഷേ അഭിനയത്തിലാണ് കോമഡി ഉള്ളത്. കിട്ടുന്ന രംഗത്തെ ഒലിപ്പിച്ച് പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറക്കി അതിനെ ജനഹൃദയങ്ങളിൽ സ്ഥാപിച്ച് കയ്യടി വാങ്ങാനുള്ള കഴിവ് ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ പലരും ധാരണ അദ്ദേഹം കോമഡി മാത്രമേ ചെയ്യുള്ളായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയ ആളൊരുക്കം എന്ന സിനിമ കണ്ടപ്പോൾ ഇത്രയും അഭിനയ ചാതുരി അല്ലെങ്കിൽ നൈമിഷികമായി തൻ്റെ മനസ്സിലെ വികാരങ്ങളെ പ്രകടിപ്പിക്കുവാൻ ഇന്ദ്രൻസ് ഇത്രയും കഴിവുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി വരുന്ന നിമിഷം. കാര്യം ഞാൻ ഒരു സുഹൃത്തെന്ന നിലയിൽ അഭിമാനിച്ച നിമിഷമായിരുന്നു. ഞാൻ ആ സിനിമ കാണുന്നത് കേരള ഫിലിം ക്രിട്ടിക് അസോസിയേഷൻ്റെ ജൂറി മെമ്പറായിരുന്നു കൊണ്ടാണ്. തൻ്റെ മകനെ അദ്ദേഹം വളർത്തിയ മകനായിട്ടാണ്. പിന്നെ കാണാതിരിക്കുന്ന മകനെ തിരക്കി നഗരത്തിൽ വന്നു കഴിയുമ്പോൾ അവൻ ഒരു ട്രാൻസ്ജെൻഡറായി ജീവിക്കുന്ന കാഴ്ച കണ്ട് ഹൃദയം തകർന്നു പോകുന്ന ഒരു അച്ഛൻ്റെ വ്യഥയാണ് ആ സിനിമയിൽ. സത്യം പറഞ്ഞാൽ അവിടെ ഇന്ദ്രൻസിൻ്റെ കോമഡി അല്ല, ഇന്ദ്രൻസ് എന്ന് പറയുന്ന പ്രതിഭാധനനായ നടൻ്റെ പെർഫോമൻസാണ് കാണുന്നത്. ആ കുട്ടി വന്ന് അപ്പൂപ്പനോട് സംസാരിക്കുവാൻ, അപ്പൂപ്പനോട് ചങ്ങാത്തം കൂടുവാൻ ഒക്കെ ഇരിക്കുമ്പോൾ തൻ്റെ മനസ്സിലെ വ്യഥ
എപ്പോഴാണ് പൊട്ടിത്തെറിച്ച് ഒരു സാഗരമായി മാറുന്നത്, അതിന് അങ്ങനെ ഉണ്ടാവരുത്, അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് വൈകാരികമായ മുഹൂർത്തത്തിലേക്ക് ഇങ്ങനെ കണ്ണും നട്ടിരിക്കുന്ന ഇന്ദ്രൻസിൻ്റെ നോട്ടമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ നമ്മുടെ മറ്റുള്ള നടന്മാരുടെ ഒപ്പമെത്തുവാൻ ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ നടന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ ചെയ്തെങ്കിലും ഇന്ന് നമ്മൾ പറയുന്ന വലിയ സ്റ്റാറുകളുടെ മുമ്പിൽ ഇന്നും വിനയത്തോടു കൂടിയാണ് ഇന്ദ്രൻസ് നിൽക്കുന്നത്. അതാണ് ഇന്ദ്രൻസിൻ്റെ മഹത്വം. പക്ഷേ ഇന്ന് അമ്മ എന്ന സംഘടന ഇന്ദ്രൻസിനെ മാനിക്കേണ്ട തരത്തിൽ തന്നെ മാനിക്കുന്നു. അവരെ വലിയ കമ്മിറ്റികളിലൊക്കെ ഉൾപ്പെടുത്തി ഇന്ന് ഇന്ദ്രൻസിന് മോഹൻലാലിനോടും മമ്മൂട്ടിയോടും ഒക്കെ ജയറാമിനോടും സുരേഷ് ഗോപിയോടും ഒക്കെ ഒപ്പം നിൽക്കുവാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തു, അതിൻ്റെ അംഗീകാരങ്ങളും ദൈവം കൊടുത്തു. പക്ഷേ എങ്കിൽ പോലും ഇന്ന് ഇവരുടെ എല്ലാം മുൻപിൽ വിനയാന്വിതനായി നിൽക്കുന്നതിലാണ് എൻ്റെ സുഹൃത്തിന് ഇന്നും ആഗ്രഹം. അങ്ങനെ തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത്. ഇന്ദ്രൻസിന് ഒരുപക്ഷെ അവാർഡ് കിട്ടിയ സമയത്ത് മറ്റുള്ള അവാർഡ് പ്രതീക്ഷിച്ചിരുന്ന വലിയ സ്റ്റാർ എന്നുള്ള നിലയിൽ ഇരുന്നവരൊക്കെ ഒരു പക്ഷേ അവർക്കൊക്കെ അത്ഭുതം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ അത്ഭുതം അവരൊന്നും ആളൊരുക്കൊന്നും ഒരു സിനിമ കാണാത്തത് കൊണ്ടായിരിക്കാം. ആളൊരുക്കം എന്ന് പറഞ്ഞ സിനിമയിൽ ഇന്ദ്രൻസിന് അവാർഡ് കിട്ടണം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ദ്രൻസിന് ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ദേശീയ തലത്തിലും ആ അംഗീകാരം കിട്ടുമായിരുന്നു തീർച്ചയായും. കാര്യം ഈ അവാർഡുകളെന്ന് പറയുന്നത് എലിജിബിലിറ്റിക്കല്ല, കഴിവിനല്ല. രാഷ്ട്രീയപരമായും മറ്റ് ഔദ്യോഗിക തലത്തിലുള്ള ആൾക്കാരുമായും എത്രത്തോളം കൂടുതൽ റെക്കമെൻഡേഷൻ നടത്താൻ കഴിയുന്നോ അവർക്കാണ് അവാർഡ് കിട്ടുന്നത്. ഇന്ന് കഴിവിനുള്ള അംഗീകാരം ആർക്കും കിട്ടാറില്ല. അത് സാഹിത്യ അക്കാദമിയിലായിരുന്നാലും അത് ജൂറി നമ്മുടെ സ്റ്റേറ്റ് അവാർഡിനായിരുന്നാലും സംസ്ഥാന അവാർഡിനായിരുന്നാലും ഇന്ത്യൻ പനോരമയിലേക്കുള്ള സെലക്ഷനിൽ പോലും പിടിപാടും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇന്ദ്രൻസ് ഇപ്പം നമ്മൾ ഇപ്പം ഒരു നടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരീര സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓരോ മനുഷ്യർക്കും ദൈവം ഓരോ ശരീരഘടന കൊടുത്തിട്ടുണ്ട്. ഓരോ മനുഷ്യർക്കും ദൈവം അവരുടേതായ ഒരു ശരീരഘടന കൊടുത്തിട്ടുണ്ട്. ആ ഘടനയിൽ അങ്ങനെ കാതലായ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. അതൊരു എന്താ പറയുക, ജന്മനാലുള്ളതാണ്. പിന്നെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നത് സൗന്ദര്യവർദ്ധക സാധനങ്ങളൊക്കെ തേച്ച് നമ്മളെ കോസ്റ്റ്യൂംസൊക്കെ ഒന്ന് മാറ്റി, ഒരു മോസ്റ്റ് മോഡേണായ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി, മീശ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി, അങ്ങനെയൊക്കെ നമുക്കൊരു മോഡേൺ ആവാൻ കഴിയുള്ളൂ. പക്ഷേ ഒരു നടനെപ്പോഴും ഡിഫറെൻറ്റ് ക്യാരക്ടറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പർട്ടിക്കുലർ സെറ്റപ്പിൽ നടക്കാൻ പറ്റുന്ന ഒരാളല്ല നടൻ. നമ്മളെപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രേം നസീർ സാർ ഒരിക്കലും മീശ വയ്ക്കാറില്ല. അദ്ദേഹം എവിടെയെങ്കിലും ഒരു പഞ്ചാര മീശ ഒട്ടിച്ചാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നിമിഷങ്ങളോളം ഇങ്ങനെ കഥാപാത്രങ്ങളെ മാറി പോകുന്ന ഒരാളാണ്. ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അവിടെയെല്ലാം ഡിഫറൻറ്റ് മേക്കപ്പാണ്. അപ്പോൾ ആ ഡിഫറൻറ്റ് മേക്കപ്പ് വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഹെയർ സ്റ്റൈലിൽ നടക്കാൻ പറ്റില്ല, ഒരു പർട്ടിക്കുലർ ഹെയർ സ്റ്റൈലിൽ നടക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു ഗ്ലാമറിലൊക്കെ പോകണമെങ്കിൽ അങ്ങനെ ഒരു നടന് വിഗ്ഗൊക്കെ വെച്ച് പിന്നീട് ഒരു മേക്കപ്പൊക്കെ ചെയ്ത് പോകാനേ കഴിയൂ. അല്ലാതെ നമ്മളെ ബോഡി ലാംഗ്വേജിലൊന്നും ഒരു മാറ്റവും വരുത്താൻ പറ്റും. ആ സി ഡി ഉണ്ണികൃഷ്ണൻ്റെ കഥ പറയുമ്പോൾ അതിൽ ജയറാമുമായി പോകുമ്പോൾ ഇദ്ദേഹം ഒരു ചുടുകൽ കച്ചവടക്കാരനാണ്. ആ വഴി കാണുന്ന ചുടുകലിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ജയറാമിന് ദേഷ്യം വരികയാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തൊഴിൽ ചെയ്യുന്നവൻ എപ്പോഴും അവൻ്റെ തൊഴിലിൽ മാത്രമേ ശ്രദ്ധ കാണൂ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവൻ വഴിയെ പോകുമ്പോൾ കിടക്കുന്ന വസ്തു നല്ല സൂപ്പർ വസ്തു ആരെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ ആളൊരുക്കത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ വെറുതെ വന്നതല്ല. ഇന്ദ്രൻസിൻ്റെ ദീർഘവീക്ഷണം, മനുഷ്യനെ പഠിക്കുന്ന രീതി, ഓരോ മനുഷ്യനിലും കാണുന്ന മാനറിസം അതെന്താണെന്ന് മനസ്സിലാക്കി അത് മനസ്സിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്ന കഥാപാത്രത്തിനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് താനായി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ കഥാപാത്രത്തിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആ കഥാപാത്രമായി പരകായ പ്രവേശനം ചെയ്തുകൊണ്ട് ഒരു സ്വന്തമായി ഒരു കഥാപാത്രത്തിനെ ഇന്ദ്രൻസ് അപ്പോഴും മോൾഡ് ചെയ്തെടുക്കുകയാണ്. മോൾഡിങ്ങാണ്. ആ മോൾഡിങ്ങിലൂടെയാണ് അദ്ദേഹം ആ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. ആ ആളൊരുക്കം എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് ഭയങ്കരമായ അതിശയം, ഈ ഇന്ദ്രൻസിൻ്റെ വളർച്ചയാണ് അവിടെ കാണിക്കുന്നത്.
ഡിഫറൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങൾ, ഇരിപ്പ്, നോട്ടം, ദീർഘശ്വാസം വിടൽ, ഇങ്ങനെയൊക്കെയുള്ള അഭിനയം, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പണ്ട് ഈ ദീർഘശ്വാസത്തിലൂടെയും നോട്ടത്തിലൂടെയും ഒക്കെ കണ്ടിട്ടുള്ളത് സത്യനിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഒരു മൂളലുണ്ട്, ആ മൂളൽ മതി. അതേപോലെ ഒരു കാര്യം പറയുമ്പോൾ ഒരു നോട്ടമുണ്ട്, അത് മതി. ഇങ്ങനെയൊക്കെയുള്ള ഒരു അഭിനയത്തിൻ്റെ വിവിധ തലങ്ങളിൽ, അതായത് പ്രേക്ഷകനെ മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലേക്കുള്ള ചില നമ്പറുകളെന്ന് നമ്മൾ പറയും, ചില നമ്പറുകൾ ഇട്ടുകൊണ്ട് അദ്ദേഹം മലയാള സിനിമയിൽ ഒരു നല്ല സ്ഥാനം നേടി പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം വളർന്ന് നല്ല രീതിയിൽ ഇപ്പോൾ നിൽക്കുകയാണ് അദ്ദേഹം. ചാനലിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.